ഒരു കർഷകന് നാളെ ആഖിറത്തിൽ അവന് കിട്ടുന്ന പ്രതിഫലം എത്രമാത്രമാണെന്നറിയുമോ? കേട്ടോളിൻ ഒരു ഹദീസ്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, മാ മിൻ മുസ്ലിമിൻ യഅരിസു ഖർസാം, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ചെടി നടുകയോ അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുകയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ വൃക്ഷത്തിൽ നിന്നോ കൃഷിയിൽ നിന്നോ ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ, ത്വയ്റുൻ ഏതെങ്കിലും ഒരു പക്ഷി പറവകളോ, ഔ ഇൻസാനുൻ അല്ലെങ്കിൽ മനുഷ്യനോ, ഔ ബഹീമത്തുൻ അല്ലെങ്കിൽ നാൽക്കാലികളോ ഭക്ഷിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇല്ലാ കാന ലഹു ബിഹി സദഖത്തുൻ, എന്നിട്ടുണ്ടല്ലോ അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ നാളെ ആഖിറത്തിലുണ്ടല്ലോ അവൻ കടന്നു ചെല്ലുമ്പോ ഇല്ലാ കാന ലഹു ബിഹി സദഖത്തുൻ, അതവന് ദാനധർമ്മമായി കൊണ്ടേയിരിക്കുകയും ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഒരു കർഷകന് നാളെ ആഖിറത്തിൽ അവന് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണ്, മഹത്വത്തെ കുറിച്ചാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. എന്തേ? അതായത് നീ ഒരു കൃഷി നടുകയോ ഒരു വൃക്ഷം നടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ, ഏതെങ്കിലും ഒരു പക്ഷി പറവകളോ അല്ലെങ്കിൽ മനുഷ്യനോ നാൽക്കാലികളോ എന്തേ അതിനെ പ്രയോജനപ്പെടുത്തിയാൽ അതിൻ്റെ ഒരു സ്വതക്കയായിട്ട് നിന്റെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അതായത് നാം ശരിക്കും മനസ്സിലാക്കുക, താൻ നട്ട ചെടിയോ അല്ലെങ്കിൽ കൃഷിയോ കാരണമായി കർഷകന് തന്റെ മരണശേഷവും പ്രതിഫലങ്ങൾ ലഭിക്കുന്നു. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ആ കർഷകന് അന്ത്യദിനം വരെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം ഒരു കർഷകനായി മാറുക എന്ന് അള്ളാന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ഒരു കർഷകനായി മാറണം. ഈ കർഷകൻ എന്ന് പറയുന്നത് ഈ വലിയ ഭൂമി മേടിച്ച് അവിടെ മാത്രം കൃഷി ചെയ്യുന്ന ആളുകളല്ല. നമുക്ക് കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ നാം കൃഷി ചെയ്യണം. അത് നമ്മുടെ ഭവനത്തിന്റെ മുമ്പിലാണെങ്കിലും ഭവനത്തിലാണെങ്കിലും എന്ത് ചെയ്യണം? നാം കൃഷി ചെയ്യണം. അങ്ങനെ കൃഷി ചെയ്യുന്നവർക്ക് ആഖിറത്തിൽ ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിങ്ങനെ ആ ഒരു ഒരു ചെടി നട്ടാൽ അതൊരു വൃക്ഷമായി മാറുമ്പോൾ അതിൽ നിന്നെല്ലാം ആരൊക്കെ ഉപയോഗപ്പെടുത്തുന്നുവോ പ്രയോജനപ്പെടുത്തുന്നുവോ അതെല്ലാം ഒരു സ്വതക്കയുടെ കൂലിയായിട്ട് നിന്റെ ഖബറിലേക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞത് കേട്ടോളിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാം, തീർച്ചയായും ഏതൊരു വസ്തുവിനെയും നാം പടച്ചിട്ടുള്ളത്, അത് വൃക്ഷമാണെങ്കിലും കൃഷിയാണെങ്കിലും എല്ലാത്തിനും ഒരു വ്യവസ്ഥാ പ്രകാരമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല, വിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, وخلق كل شيء فقدره تقديرا.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഈ ഭൂമി ലോകത്തുള്ളതാകട്ടെ ആകാശ ലോകത്തുള്ളതാകട്ടെ ഓരോ വസ്തുവിനെയും അള്ളാഹു പടച്ചത് അതിനെ അവൻ ശരിയായ വണ്ണം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എല്ലാം ഒരു ശരിയായ വണ്ണമാണ് ആകാശ ഭൂമിയിലുള്ള എല്ലാ വസ്തുവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളതെന്ന്